തൂത്തുക്കുടിയിൽ പുരോഗതിയുടെ പുതിയ അധ്യായം രചിക്കുകയാണെന്ന് തമിഴ്നാടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17,300 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തൂത്തുക്കുടിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. Lay foundation for the upcoming ones and dedicate to our nation the completed projects totaling 36 numbers worth more than 17,000 crores of ministries of ports, shipping and waterways, road transport and highways, railways and ISRO totaling 36 numbers. Thank you. Now we request our Honorable Prime Minister to flag off the India's first ever hydrogen fuel cell vessel. തമിഴ്നാട്ടിൽ തുടക്കമിട്ട വികസന പദ്ധതികളിലൂടെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരതത്തിന്റെ ആത്മാവിനെ സാക്ഷ്യം വഹിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ തൂത്തുക്കുടിയിലാണ് ആരംഭിക്കുന്നതെങ്കിലും ഇന്ത്യയിലുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിലെ വികസനത്തിന് അത് ആക്കം കൂട്ടും. വികസിത ഭാരതമാകാനുള്ള രാജ്യത്തിന്റെ യാത്രയിൽ തമിഴ്നാടിന് നിർണായക പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. चिदम्बरनार पोर्ट की कार्गो क्षमता बढ़ाने के लिए कई प्रोजेक्ट शुरू किए थे. मैंने तब इस पोर्ट को शिपिंग का एक बड़ा हब बनाने का वादा किया था. आज वो गारंटी पूरी हो रही है. 2 വർഷം മുമ്പ് ചിദംബരനാർ തുറമുഖത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ആ ഉറപ്പ് ഇന്ന് നിറവേറ്റപ്പെടുകയാണ്. തമിഴ്നാടിന്റെ വിധി മാറ്റുന്നതിനും സേവനത്തിനുമായാണ് സന്ദർശനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തൂത്തുക്കുടിയിൽ വിഒ ചിദംബരനാർ തുറമുഖത്ത് ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനലിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വിഒ ചിദംബരനാർ തുറമുഖം ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ് തുറമുഖമായി മാറ്റുന്നതിനുള്ള പദ്ധതികളും ഡീസലൈസേഷൻ പ്ലാന്റ്, ഹൈഡ്രജൻ ഉൽപാദനം, ബങ്കറിംഗ് സൗകര്യം എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സെൽ ഉൾനാടൻ ജലപാത കപ്പലും അദ്ദേഹം പുറത്തിറക്കി. വഞ്ചി മണിയച്ചി നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിനുള്ള റെയിൽ പദ്ധതികളും വഞ്ചി മണിയച്ചി തിരുനെൽവേലി സെക്ഷൻ, മേലപ്പാളയം ആറൻ വൈമോളി സെക്ഷൻ എന്നിവയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 4,586 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച 4 റോഡ് പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു.